പ്രിയപ്പെട്ട അധ്യക്ഷൻ, സെക്യുലർ ഫോറത്തിൻ്റെ ചെയർമാൻ ശ്രീ അബ്ദുൽ നസീർ ചേലക്കാട്, പ്രിയങ്കനായ ശ്രീ അബ്ദുൽ ലത്തീഫ് പടിയാങ്കരിയുടെ 6ാമത് പുസ്തകം കനലക്ഷരങ്ങൾ പ്രകാശനം ചെയ്ത ബഹുമാന്യനായ ശ്രീ സത്യശീലൻ കാർത്തികപ്പള്ളി, ശ്രീ സി വി ഹരീന്ദ്രൻ, അഡ്വക്കേറ്റ് ശ്രീ ഇബ്രാഹിം കുട്ടി, ഡോക്ടർ വി സദാശിവൻ സാർ, മറ്റ് ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ടവർ, ശ്രീ അബ്ദുൽ ലത്തീഫ് പടിയാങ്കരയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു വിശേഷണത്തിൻ്റെ ആവശ്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെക്കുറിച്ച് എവിടെയോ വായിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ കവിതകൾ അത് വായിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും കൈക്കുടന്നയിൽ ഒതുക്കി വെക്കുന്ന അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും പകർന്നു നൽകുന്നത്. രാമനുണ്ണി സാറ് പുസ്തകത്തിൻ്റെ അവതാരികയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മജ്ജയും മാംസവും എല്ലാം തന്നെ അഴിച്ചു മാറ്റി കവിതയുടെ പ്രാണൻ നമുക്ക് ലഭിക്കുകയാണ്. ശ്രീ പടിയാങ്കര തന്നെ അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ഞാനൊരു പരത്തി എഴുത്തുകാരനല്ല എന്നാണ് അദ്ദേഹം ചില അവതാരികകളിൽ പറഞ്ഞിരിക്കുന്നത്. പരത്തി എഴുതുന്ന ആളെയല്ല, പരമാവധി കുറുക്കി എഴുതാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സമുദ്രം മഥനം ചെയ്ത് അമൃതെടുക്കുന്നത് പോലെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ മനുഷ്യൻ കടലിൻ്റെ ഉപ്പിനെ കുറുക്കിയെടുക്കുകയാണ്. അതാണ് അതിൻ്റെ സത്യം. ആ വരികളിൽ ആശയമുണ്ട്, സത്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹൃദയമുണ്ട്. എത്ര എഴുതുന്നു അല്ലെങ്കിൽ എത്ര കൂടുതൽ എഴുതുന്നു എന്നുള്ളതല്ല, എഴുതുന്നതിൽ എത്രമാത്രം ആത്മാവുണ്ട്, അതാണ് ഒരു സൃഷ്ടിയെ അനശ്വരമാക്കുന്നത്. തീർച്ചയായിട്ടും പ്രിയങ്കനായ ശ്രീ അബ്ദുൽ ലത്തീഫ് പടിയാങ്കരയ്ക്ക് അദ്ദേഹത്തിൻ്റെ വരികൾക്ക് ആ ഗുണമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാമൻ സാറ് നമ്മുടെ വർത്തമാനകാല സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞുപോയി. അദ്ദേഹം പരസ്പര ആശ്രയത്തെക്കുറിച്ച് സംസാരിച്ചു. ഇത്തവണത്തെ ഓണത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ശിവലാലി പറഞ്ഞു. എനിക്കൊന്നും നമ്മുടെ നാട്ടിൽ ദുരന്തത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രളയം തുടങ്ങുന്നത് തന്നെ ഏകദേശം ഓഗസ്റ്റ് 15 അടുപ്പിച്ചാണ്, സ്വാതന്ത്ര്യദിനോട് അടുപ്പിച്ചാണ് പ്രളയത്തിൻ്റെ ഒരു ഒഴുക്ക്. ഇൻഡിപെൻഡൻസ് ഡേ, ഇൻഡിപെൻഡൻസ് അതെന്ന് പറയുന്നത് തന്നെ ഒരു സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചത് ഇൻഡിപെൻഡൻസിനപ്പുറത്ത് ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ്. പരസ്പരമുള്ള ആശ്രയത്വം എത്രമാത്രം വലുതാണ് എന്നാണ് അടുത്ത ദിവസങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു ഈ പ്രളയത്തിന് ശേഷം മനുഷ്യൻ്റെ മനസ്സിലെ വർഗീയതയൊക്കെ കുറയാനാണ് സാധ്യത. എല്ലാത്തിലും ജാതിയും മതവും ഒക്കെ കണ്ട് തൊടുന്നതിനെല്ലാം വാക്കിൽ, പ്രവൃത്തിയിൽ, അക്ഷരങ്ങളിൽ പോലും ജാതിയും മതവും കണ്ടിരുന്ന മനുഷ്യർ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞു എന്നതാണ് അതിൻ്റെ സത്യം. പ്രളയത്തിൻ്റെ തിരമാലകളെ അതിജീവിച്ച് രക്ഷിക്കാൻ വരുന്നവൻ്റെ ജാതി പ്രസക്തമാണോ? സ്വന്തം ജാതിയിൽപ്പെട്ടവൻ വന്നെങ്കിൽ മാത്രമേ വള്ളത്തെ കയറൂ എന്ന് പറഞ്ഞതായി ഞാൻ വാർത്തയിൽ കണ്ടു. ചില പത്രത്തിൽ വന്നൊരു വാർത്തയിൽ അതും കണ്ടു. ജാതി ചോദിച്ചതിന് ശേഷം ഇന്ന ജാതിയാണെങ്കിൽ ഈ വള്ളത്തിൽ കയറുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൂടെ ഒക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ ജാതി ചോദിക്കാതെ തന്നെ വള്ളത്തിൽ കയറിയിരുന്നു. മഴയൊക്കെ കുറഞ്ഞു വന്നപ്പോൾ പിന്നെയും വേറെ വള്ളം വരും എന്നൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാനുള്ളൊരു മനസ്സിൽ ഇതൊക്കെങ്കിലും ഉണ്ടായത്. പക്ഷെ ഈ പ്രളയം മനസ്സിലെ മാലിന്യങ്ങളെ കുറേയൊക്കെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. സഹായിച്ചവർ, അവിടെ പേരില്ല, ജാതിയില്ല, മതമില്ല, മനുഷ്യനാണ് വന്നത്. രാമനുണ്ണി സാറ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് പ്രകൃതിയുടെ ഒരു ബാലൻസിങ് ആയി എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞു, ഈ പടിഞ്ഞാറ് തിരയടിക്കാതിരുന്നത്, കിഴക്ക് പ്രളയം വന്നപ്പോൾ പടിഞ്ഞാറ് തിരയടിക്കാതിരുന്നത് ഈ 10,000-ങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. സത്യമല്ലേ? കിഴക്ക് പ്രളയം വരികയും ആ സമയത്ത് പടിഞ്ഞാറ് തിരയടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്രായിരം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു.
നമ്മളതിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ കടലടിച്ച് കയറിയിരുന്നെങ്കിൽ കിഴക്ക് കുടങ്ങി കിടന്നിരുന്ന 10,000 പട്ടിണി കിടന്ന് വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ പ്രകൃതി നമുക്കൊരു അവസരം നൽകുകയാണ്. എന്താ നന്നാവാത്ത എന്ന് ചോദിക്കുന്നത് പോലെ നന്നാവാനൊരു അവസരം. പ്രളയം വന്നു, പിന്നീട് വരുമ്പോൾ കാർത്തിപ്പള്ളി തോടിനതുവഴി ഞാൻ വന്നു. ഈ രാജ്യത്തെ മുഴുവൻ ചിക്കൻ വേസ്റ്റ് നമ്മുടെ ആളുകളെല്ലാവരും ചേർന്ന് കുറെ കാലം മുമ്പ് തോട് വൃത്തിയാക്കിയതിന് ശേഷം രാജ്യത്ത് ലഭ്യമാകുന്ന മുഴുവൻ അറവ് മാലിന്യങ്ങളും കൊണ്ടിട്ട് ആ തോടിനെ ഏറ്റവും മലീമസമാക്കിയിരുന്നു. അടുത്തൂടെ പോലും ആർക്കും പോകാത്ത അവസ്ഥയുണ്ടായിരുന്നു. വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ കുറെ ശുദ്ധമായി. ഇനിയെങ്കിലും നമ്മൾ സമ്മതിക്കുന്നു. ഒരു അവസരമാണ്, മനുഷ്യനെ രക്ഷപ്പെടാനൊരു അവസരം. പ്രകൃതി തന്നെ കഴുകി വൃത്തിയാക്കി, മാലിന്യങ്ങളെ കഴുകി വൃത്തിയാക്കി, പ്ലാസ്റ്റിക് മുഴുവൻ അടിച്ചൊരു ഭാഗത്ത് കൊണ്ടുവന്നു. ഇപ്പൊ ശബരിമലയുടെ ചിത്രം ഇന്നലെ കണ്ടു. പമ്പയുടെ ചില ദൃശ്യങ്ങൾ. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സിമന്റ് കൊട്ടാരങ്ങളും ഇടിച്ചു പിടിച്ച് പമ്പ ദൂരെ കളഞ്ഞു. അവിടെ എല്ലാം മണൽ കൂമ്പാരങ്ങളാണ്. അപ്പൊ മനുഷ്യന്റെ അവസരം തന്നിരിക്കുകയാണ്. ഞാൻ ഇത്രയൊക്കെ സഹിച്ചു, ഇനിയൊരു അവസരമാണ് എന്ന് പ്രകൃതി നമ്മളോട് പറയുകയാണ്. അപ്പൊ അതിനെ നന്നായി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതൊരു മനസ്സിലെ മാലിന്യങ്ങൾ പോകാൻ ഒരു അവസരം, നദിയിലെ മാലിന്യങ്ങൾ പോകാൻ, തോട്ടിലെ, വീട്ടിലെ, നാട്ടിലെ. അപ്പൊ നമ്മളതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായ കാര്യമാണ്. പരസ്പര ആശ്രയത്തിൻ്റെ, പരസ്പരം സംരക്ഷിച്ച്, പരസ്പരം സ്നേഹിച്ച്, പരസ്പരം പിന്തുണച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കും. ശ്രീ അബ്ദുൽ ലത്തീഫ് പതിയാങ്കരയുടെ വരികളിൽ, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അതിൻ്റെ സൂചനകളുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻ പുസ്തകങ്ങളിലും അത്തരത്തിലുള്ള പല പല സൂചനകളും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുൻ പുസ്തക പ്രകാശന ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ജനാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സങ്കല്പം, തൊഴുത് കാണിക്കുന്നവർ പിന്നെ തൊഴിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ അറിയാവുന്നവർക്ക് ആളൊക്കെ എല്ലാവർക്കും അറിയാതെ, ഇലക്ഷൻ സമയത്ത് വിളിക്കെ ചിരിക്കുന്നവർ അത് കഴിയുമ്പോൾ പിന്നെ ധാർഷ്ട്യമാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നത്. എന്നോട് സംസാരിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ള അവകാശമുണ്ടോ? നിങ്ങളൊക്കെ അത്രയും വളർന്നോ എന്നൊക്കെയാണ് പലരുടെയും കാഴ്ചപ്പാട്. ആവലാതി ചോദിക്കുന്ന പാവപ്പെട്ടവനോടല്ലേ ധാർഷ്ട്യം കാണിക്കാൻ സാധിക്കത്തില്ല. ഇത്തവണത്തെ കവിതയിലുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം ഇതേ ജനാധിപത്യം എന്നുള്ള ഒരു തലക്കെട്ടില് അല്ലേ ഇതേ വരികൾ തന്നെ മുമ്പ് പറഞ്ഞിരുന്നു. സാധാരണ കല്ലിനെ ചെത്തി മിനുസപ്പെടുത്തി വിഗ്രഹമാക്കി കഴിയുമ്പോൾ ആ ചെത്തി മിനുക്കിയ ബലിഷ്ഠമായ കരങ്ങളോട് വിഗ്രഹം പറയുന്നത് എന്നെ തൊഴാനാണ്. സെൽഫി എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ സെൽഫിഷ് ആയവന് സെൽഫി എടുക്കുക എന്നല്ലാതെ പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? അപകടത്തിന്റെ മുനമ്പിൽ കിടക്കുമ്പോഴും ഒരു സെൽഫി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പൊ അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്, സെൽഫിഷ് ആയിരിക്കുന്നവന് സെൽഫി അല്ലാതെ പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുക? തീർച്ചയായും ഒത്തിരി കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലെ അഹന്ത കുറേയൊക്കെ മാറിപ്പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പൊ ആളുകളെ ജനകീയൻ എന്ന് വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അറിയാതെ ഒന്ന് നെഞ്ചത്ത് കൈവെക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഇതിൽ ജനകീയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വലിയ ആളാണെന്ന് കരുതി ഞാൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്തേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ മുഴുവൻ വാരിക്കുഴിയും വിഷസർപ്പങ്ങളുമാണെന്ന്. അപ്പൊ തീർച്ചയായും ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിലെ ഒരു തിരിച്ചറിവുകളായി മാറും എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. വലിയ ചിന്തകൾ ചെറിയ വരികളിൽ കാച്ചി കുറുക്കി, കടലിനടുത്ത് കിടക്കുന്നത് കൊണ്ടാകും ഉപ്പെടുക്കുന്നതിന് സമുദ്രത്തെ കാച്ചി കുറുക്കേണ്ടി വരും. അദ്ദേഹം അങ്ങനെ കാച്ചി കുറുക്കിയിരിക്കുകയാണ്. ആ ചിന്തകൾ നമുക്കെല്ലാം ഉണർവായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനിയും അനവധി പുസ്തകങ്ങൾ, ഇനിയും അനവധി വരികൾ. കാരണം മനുഷ്യനെ നിരീക്ഷിക്കുന്നതുകൊണ്ടാണ്, സമൂഹത്തെ നിരീക്ഷിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ചിന്തകളെല്ലാം ഉണർന്നു വരുന്നത്. അത് നമുക്കെല്ലാവർക്കും കൂടി അത് ഉണർത്തുപാട്ടായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വരുംകാല ശ്രമങ്ങൾ അതിനും ആശംസകൾ നേരുന്നു. നാട്ടുവഴികളിൽ അടർന്നു വീണ പച്ചമരത്തകപ്പുകളൊക്കെയും
തന്റെ നാരായത്തിലേക്ക് കരുത്തിന്റെ വാക്രൂപമായി കരുതി വെച്ച നാലുവരിക്കുള്ളിൽ ഒതുക്കി വയ്ക്കുന്ന കടലക്ഷരങ്ങളൊക്കെയും നാടിന്റെ നന്മയായി പൂത്തുലയണമെന്ന വിശ്വസാഹോദര്യത്തിന്റെ മനോമുകുരങ്ങൾ നാടിനെ പാട്ടുപാടി പകർന്നു നൽകിയ പതിയാങ്കര എന്ന കടലോര ഗ്രാമത്തിന്റെ ഖ്യാതിക്ക് സ്വന്തം പേരിനെ പോലും അടർത്തി മാറ്റി നാടിന്റെ നാമത്തെ കഴുത്തിലണിഞ്ഞ പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് പതിയാങ്കരയ്ക്ക് മറുപടി രേഖപ്പെടുത്തുവാൻ സുസ്വാഗതം. കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാരെ സ്മരിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായി എൻ്റെ പടച്ചതമ്പുരാനെ ഞാൻ സ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരക്ഷരായ എൻ്റെ മാതാപിതാക്കളെ സ്മരിക്കുന്നു. എൻ്റെ ഗുരുക്കന്മാരെ, എന്നെ 5ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പിച്ച ഗുരു പോലും വേദിയിലുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ധന്യത. ഒരുപാട് ടീച്ചർ, വിലസൻ ടീച്ചർ ഇരിപ്പുണ്ട്, മുരളി സാർ ഇരിപ്പുണ്ട്, പിന്നെ ജമാൽ സാർ ഇരിക്കുന്നു. അങ്ങനെ ഒരുപാട് പേര് എന്നെ വളരെ, അതായത് 10-40 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അക്ഷരം വിളമ്പി തന്ന അധ്യാപകരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു ധന്യ മുഹൂർത്തം സംഘടിപ്പിക്കാൻ അവസരം കിട്ടിയ ജഗന്തിയാവിന് എൻ്റെ എല്ലാവിധ ശുക്രും സംതൃപ്തിയും ഞാൻ അർപ്പിക്കുകയാണ്. മാത്രമല്ല എൻ്റെ നാട്ടുകാർ, ഇപ്പം രാമണ്ണി സാർ പറഞ്ഞ പോലെ, എൻ്റെ പ്രിയ സഹോദരൻ ലിജു പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു അക്ഷരവേദി സംഘടിപ്പിക്കുവാൻ അക്ഷരത്തിൽ കോർത്ത് ഞാൻ മാല കെട്ടിയിടുന്നു എൻ്റെ നാടിൻ നനവും കിനാവുകളും. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും സാറ്, രാമണ്ണി സാറ് പറഞ്ഞ പോലെ, ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ ഈ നാട് തന്നതാണ്. എല്ലാം ഇത് തന്നെയാണ്. വേരുകൾ വളരെ ആഴ്ന്നിരിക്കുന്നു. ആ വേരുകൾ മുറിച്ചു കളഞ്ഞാൽ നമുക്ക് ജീവിതമില്ല എന്ന പൂർണ്ണ ധാരണ എനിക്കുണ്ട്. അത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം എന്നോടല്ല, ഈ അക്ഷരത്തോടും നമ്മുടെ നാടിനോടും നമ്മുടെ നന്മയും ഓടും നിങ്ങൾ കാണിക്കുന്ന പ്രതിബദ്ധതയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി. മാത്രമല്ല, ഇവിടുന്ന് വളരെ ദൂരം എറണാകുളത്ത് നിന്ന് വരെ എൻ്റെ 30-35 വർഷത്തിന് മുമ്പ് എന്നോട് പഠിച്ച സഹപാഠികൾ വരെ ഈ വേദിയിൽ ഉണ്ട്. അവരോടെല്ലാം ഓരോരുത്തരോടും നന്ദിയും കടപ്പാടും അക്ഷരത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. നമുക്ക് ഈ കൂട്ടായ്മ നമ്മുടെ ഈ നാടിൻ്റെ ഒരു നന്മയായി വളരട്ടെ. സ്നേഹവും സൗഹൃദവും വീണ്ടും നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ ഇതുപോലുള്ള വേദികൾ ഉതകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പുസ്തകത്തെ പരിചയപ്പെടുത്തുവാൻ നമ്മുടെ പ്രവാസിയും പത്രപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തനമുള്ളമായ ശ്രീ ആറാട്ടുപുഴ ഹക്കീം ഖാനെ 2015 ഏപ്രിൽ മാസം 8-ാം തീയതി കടലുണ്ടി റെയിൽവേ സ്റ്റേഷനടുത്ത് താമസിക്കുന്ന പുത്തൻ വീട്ടിൽ അബ്ദുറഹ്മാൻ, അവിടെ തന്നെ താമസക്കാരനായ തികച്ചും ബധിരനായ 100% ബധിരനായ രാമൻ, സുബഹി നമസ്കാരം കഴിഞ്ഞ് അബ്ദുറഹ്മാൻ തൻ്റെ സുഹൃത്തുക്കളുമായി നടന്നു വരുമ്പോൾ കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ആ റെയിൽപാളത്തിലൂടെ ഒരു ട്രെയിൻ ഇങ്ങനെ കടന്നു വരികയാണ്. ട്രെയിനിന്റെ വരവറിയാതെ ബധിരനായ രാമൻ ആ പാളത്തിലൂടെ നടന്നു പോകുമ്പോ കൂട്ടുകാരോടൊപ്പം കൈകൊരുത്ത് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി കടന്നു വരുന്ന അബ്ദുറഹ്മാൻ അവരുടെ കൈകൾ തട്ടിത്തെറിപ്പിച്ചിട്ട് ആ പാളത്തിലൂടെ കടന്നു വരുന്ന രാമനെ രക്ഷിക്കാൻ വേണ്ടി ഓടുകയാ. അബ്ദുറഹ്മാൻ അറിയാം രാമൻ ബധിരനാണ്. പാളത്തിലൂടെ കടന്നു വരുന്ന തീവണ്ടിയുടെ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയില്ല. അബ്ദുറഹ്മാന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ അദ്ദേഹത്തോട് പറയുക, അബ്ദുറഹ്മാൻ നീ എവിടെ പോവുകയാ? അപകടമാണ്, അപകടമാണ്. നിങ്ങൾ എന്താ പറയുന്നത്? രാമൻ മരിച്ചു പോവില്ലേ, എന്റെ രാമൻ മരിച്ചു പോവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ റെയിൽപാളത്തിലൂടെ കടന്നു ചെന്ന് നിമിഷങ്ങൾ ട്രെയിൻ അടുത്തെത്തി കഴിഞ്ഞു. രാമനെ തെള്ളി മാറ്റുകയാ അബ്ദുറഹ്മാൻ.
അബ്ദുറഹ്മാനാണ് ആദ്യം ആ ട്രെയിൻ തട്ടി മരിച്ചു വീണത്. ശേഷം രാമനും മരിച്ചു. രാമൻ എവിടുന്ന് കൊണ്ടുപോവുകയാ? പത്രമാധ്യമങ്ങളുടെ എവിടെയോ ഒരു കോണിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ഒരു സംഭവത്തെ എന്റെ ബഹുമാന്യനായ ഗുരുതുല്യനായ രാമനുണ്ണി സാർ മാതൃഭൂമിയിലൂടെ എഴുതി വെക്കുന്നത്. അദ്ദേഹം അതിന് കൊടുത്ത തലക്കെട്ടൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ആ ലേഖനത്തിന്റെ അവസാനം എഴുതി വെച്ചു, ഇതാണ് മനുഷ്യൻ എന്ന് ഞാൻ പറയാതിരുന്നത് മനഃപൂർവ്വമാണോ എന്ന് എഴുതിയിരുന്നു. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഞാൻ ശ്രദ്ധിച്ചു, ഒരുപക്ഷെ ഒന്നോ രണ്ടോ തവണ ജനാധിപത്യം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചപ്പോ നിരവധി 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 തവണ നമ്മെ, നമ്മുടെ ഭൂമിയെ, നമ്മുടെ പരിസരത്തെ, മാനവികതയെ തകർത്ത് കളയുന്ന ഫാഷിസം എന്ന വാക്ക് നിരവധി നിരവധി തവണ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. നമ്മുടെ മതേതര നഭസിൽ എന്നും തിളങ്ങുന്ന രജത നക്ഷത്രമായി അങ്ങേക്ക് നിലനിൽക്കാൻ കഴിയും. വിനീതമായി കൂപ്പുകൈ അങ്ങ് സ്വീകരിക്കുക. എന്റെ ജോലി ലത്തീഫിന്റെ കനലക്ഷരങ്ങൾ എന്ന കവിതാ സമാഹാരത്തെ പരിചയപ്പെടുത്തുക എന്നതാണ്. വളരെ വ്യക്തമായി തന്നെ രാമനുണ്ണി സാറും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലിജുവും ഒക്കെ ആ കവിതകളെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. സത്യത്തിൽ ഈ പതിയാങ്കരയുടെ കവിതകൾ എന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിലെ ഓരോ അക്ഷരങ്ങളും ചുട്ടുപൊള്ളിക്കുന്ന കനലുകളാണ്. നമ്മുടെ വായനക്കാരന്റെ, കേൾവിക്കാരന്റെ മനസ്സിനെ വല്ലാതെ ചുട്ടുപൊള്ളിക്കുന്ന കവിതകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ കവിതയും. ഓരോ കനലക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു മാതിരി ഈ പോസ്റ്റ് കൊണ്ടുവന്നൊക്കെ നമ്മൾ മുമ്പ് പറയാറുള്ളത് പോലെ ഇങ്ങനെ ഒരു ഇരട്ടിപ്പാണോ എന്ന് എനിക്ക് തോന്നുകയാണ്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ 1-2 കവിതകൾ മാത്രം ഞാൻ അവതരിപ്പിക്കുക. അദ്ദേഹത്തിന്റെ പുസ്തകത്തെ പരിചയപ്പെടുത്തുകയല്ല. 122ഓളം കുറും കവിതകൾ സമാഹരിച്ചു വെച്ചിരിക്കുന്ന വലിയൊരു നിധിയാണ് ഇപ്പൊ ഇവിടെ പ്രകാശിതമായത്. കനലക്ഷരങ്ങൾ 122 കവിതകൾ. വായനക്കാരൻ സാർ പറയുന്ന പോലെ ഈ വായനക്കാർക്ക് ഒരുപക്ഷെ എഴുത്തുകാർ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ആശയങ്ങളിലൂടെ വായനക്കാരന് കടന്നു പോകാം. പലപ്പോഴും ഈ കവിയൊക്കെ പ്രവാചകന്മാരാണെന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ഈ പ്രളയം ഉണ്ടാവുന്നതിനും എത്രയോ മുമ്പാണ് അദ്ദേഹം ഈ കവിതകൾ എഴുതിയത്. അത് സമാഹരിച്ചിപ്പോ അത് ഇറക്കിയതേ ഉള്ളൂ. അതിൽ പറയുന്ന ഒരു കവിതയുണ്ട്, നിലവിളി എന്നൊരു കവിതയുണ്ട്. മലയറിഞ്ഞു നിങ്ങളെന്റെ മുലയറിഞ്ഞില്ലേ, മരമറിഞ്ഞു നിങ്ങളെന്റെ മുടിയറിഞ്ഞില്ലേ, പുഴയറിഞ്ഞു നിങ്ങളെന്റെ ഞരമ്പറിഞ്ഞില്ലേ, നിലമറിഞ്ഞു നിങ്ങളെന്റെ ഋതുവറിഞ്ഞില്ലേ, നിങ്ങളെന്റെ പട്ടടയ്ക്ക് തീ കൊളുത്തിയില്ലേ. എത്ര വ്യക്തമാണ്. പ്രകൃതി, അതിന്റെ ആ പ്രളയം നമുക്കൊരു പാഠം നൽകുകയാണ്. പല കവികളും സാഹിത്യകാരന്മാരും ഒക്കെ നാം ചൂഷണം ചെയ്യുന്ന പ്രകൃതിയെക്കുറിച്ച് ഒരുപാട് വിലപിക്കാറുണ്ട് അവരുടെ കവിതകളിലൂടെ, അവരുടെ സൃഷ്ടികളിലൂടെ. പക്ഷേ നമ്മളൊക്കെ അതിനെ നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് അത് വായിച്ചതൊന്ന് മനസ്സിലാക്കാൻ പോലും, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പകർത്താൻ പോലും കഴിയാതെ നമ്മളതൊക്കെ തള്ളിക്കളയുകയായിരുന്നു. അവസാനം പ്രകൃതി തന്നെ അതിന്റെ തീരുമാനമെടുക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിരുന്നു നമ്മളിപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞ പ്രളയം എന്നതാണ് എനിക്ക് തോന്നുന്നത്. ജനകീയൻ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എം ലിജു ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ രാഷ്ട്രീയക്കാർക്കിടയിൽ തികഞ്ഞ ഒരു ജനകീയനായിട്ട് തന്നെയാണ് ലിജുവിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജനകീയൻ എന്ന കവിത ഇവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട്. ലിജുവിനെ കുറിച്ചല്ല പറയുന്നത്. ജനകീയൻ എന്ന വാക്കിന് തീർത്തും അനുയോജ്യനായ രാഷ്ട്രീയ പ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ തന്നെയാണ് ലിജു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇതിലൊരു കവിതയുണ്ട് ജനകീയൻ എന്നതിനെ കുറിച്ച്. അയാളുടെ മാന്യതയിൽ തൊട്ടു വന്ദിച്ചിട്ടാണ് ഞാൻ അയാളുടെ അകത്തേക്ക് കയറിയത്. ഞെട്ടിപ്പോയി. അകം നിറയെ വാരിക്കുഴികളും വിഷസർപ്പങ്ങളും കൊടുവാളും രക്തക്കറയും. പശു
ഒരു മൃഗമല്ല, അതൊരു സിംഹാസനമാണ്. എത്ര സുന്ദരമായിട്ടാണ് ഈ ഹൈക്കു കവിതയുടെ ഒരു പ്രത്യേകത 3 വരിക്കകത്ത് ഒതുക്കണമെന്നാണ്. പക്ഷെ ആ കവിതാ സമ്പ്രദായങ്ങളെയൊക്കെ തിരസ്കരിച്ച ആളാണ് നമ്മുടെ ലത്തീഫ്. ലത്തീഫ് ഒറ്റ അക്ഷരം കൊണ്ട് കവിത ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഡോക്യുമെന്റിൽ കാണുന്നതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. 3 വരികൾക്കകത്ത് ഒരാശയത്തെ ഉൾക്കൊള്ളിക്കുന്ന രീതിയാണ് ഹൈക്കു കവിത എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹം 3-4 വാക്കുകൾ എഴുതി വെച്ചിട്ട് പറയുക, അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത് സിംഹാസനം. പശു ഒരു മൃഗമല്ല, ഒരു സിംഹാസനമാണ്. നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇന്ന് പശു എന്ന് കേൾക്കുമ്പോ നമ്മുടെ തൊഴുത്തിൽ നിൽക്കുന്ന ആ സുന്ദരി നന്ദിനി പശുവിനെ കുറിച്ചല്ല നമുക്ക് ഓർമ്മ വരുന്നത്. നേരെ മറിച്ച് നമുക്ക് ഓർമ്മ വരുന്നത് പശുവിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ജുനൈദിനെ കുറിച്ചാണ്. പശുവിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട 100 ആൾക്കാരെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നത്. വളരെ വ്യക്തമായി തന്റെ പ്രതികരണ രാഷ്ട്രീയം 3-4 വാക്കുകളിലൂടെ ലത്തീഫ് കുറിച്ചു വെക്കുകയാണ്. മതം ചിലർക്കിന്ന് നെരിപ്പോട്, ചില മനുഷ്യപ്പുഴുക്കളെ ചുട്ടുതിന്നുവാൻ. നെരിപ്പോട് എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നു, മതം ചിലർക്കിന്ന് നെരിപ്പോട്, ചില മനുഷ്യപ്പുഴുക്കളെ ചുട്ടുതിന്നുവാൻ. നേതാക്കൾ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു, അണികൾ വെട്ടിക്കൊന്ന് ഭക്ഷിക്കുന്നു. ഓരോ കക്ഷി രാഷ്ട്രീയത്തിന്റെയും പേരിൽ രക്തസാക്ഷികളെന്നും ബലിദാനികളെന്നും ഷഹീദുകളെന്നും പേരിട്ട് വിളിക്കപ്പെടേണ്ടി വരുമ്പോ നാം ചിന്തിക്കുക, നേതാക്കൾ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്, അണികൾ വെട്ടിക്കൊന്ന് ഭക്ഷിക്കുകയാണ് എന്ന ഒരു താക്കീത് അദ്ദേഹം നൽകുകയാണ്. രാമൻ സാറ് വേദി വിട്ടിറങ്ങുകയാണ്. ആദരവോടുകൂടി അദ്ദേഹത്തെ യാത്രയാക്കുന്നു. ഈ പുസ്തകത്തിലെ ചില കവിതകളെ ഞാൻ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. 122 കവിതകളാണ് ഇതിലുള്ളത്. നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം, ഈ കനലക്ഷരങ്ങൾ എന്നുള്ള പുസ്തകം വായിക്കുകയും അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർ അബ്ദുൽ ലത്തീഫിനെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ സ്നേഹ നിർഭരമായ ഈ കൂടിച്ചേരലിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഈ പുസ്തക പരിചയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മുടെ ഇന്നത്തെ നായകനായ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ അബ്ദുൽ ലത്തീഫ് പതിയാങ്കര, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും നമ്മുടെ നാടിൻ്റെ ജീവിതത്തെയും വരച്ച് കാണിക്കുന്ന ഒരു ലഘുചിത്രം, ഒരു ഷോർട്ട് ഫിലിം ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അത് കൈറ്റ് ന്യൂസ് TV-ക്ക് വേണ്ടി ശ്രീ ബി ബാലകൃഷ്ണനാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിന് സാക്ഷിയാകാൻ എല്ലാവരും കടന്നു വരണം. ആശംസ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 10-25 വർഷമായിട്ട് പരിചയമുള്ളതാണ് എനിക്ക് ലത്തീഫിനെ. ലത്തീഫിൻ്റെ പരട്ടപ്പാണ്ടി എന്ന കഥകൾ തന്നെ തൃക്കുന്നപ്പഴയുടെ സ്നേഹവും ഇഷ്ടവുമൊക്കെ എനിക്ക് വാനോളം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ലത്തീഫ് നന്മയുടെ ഒരു വലിയ മരമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു ഗ്രാമം മുഴുവനും ഓടി നടന്ന് ഒരു പുസ്തക പ്രകാശനത്തിന് സാക്ഷിയാകുക, എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നുകൊണ്ട് വലിയൊരു സദസ്സുണ്ടാക്കി. ഇപ്പോൾ രാമനുണ്ട് സാറ് പറഞ്ഞ പോലെ സാധാരണ കവിയരങ്ങിലും പുസ്തക പ്രകാശനങ്ങൾ 10-20 പേര് മാത്രമേ ഉണ്ടാകാറുള്ളൂ. 100-200 കണക്കിന് ആളുകൾ ഒറ്റക്കെട്ടായി അണിയിച്ചൊരുക്കാൻ സർക്കുലർ ഫോറത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പ്രിയ സുഹൃത്ത് ലത്തീഫിൻ്റെ നന്മയാണ്, ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും അതിശോക്തിയില്ല. പിന്നെ അത് തന്നെയുമല്ല, ഈ പ്രളയം വന്ന സമയത്ത് നമ്മളെല്ലാവരും പ്രളയ ദുരന്തത്തിൽപ്പെട്ട് ഇങ്ങനെ പെടാപ്പാടുപെടുമ്പോഴും മണിമന്ദിരങ്ങളൊക്കെ അടച്ചുപൂട്ടി എല്ലാവരും മാറി നിൽക്കുന്ന സമയത്തും ലത്തീഫ് പറഞ്ഞു, എനിക്ക് ഒരു 4-5 കുടുംബത്തെ ഭക്ഷണത്തോടൊപ്പം എൻ്റെ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ലത്തീഫിന്റെ നന്മ, ആ വലിയ മനസ്സ്, അതാണ് ഇവിടെ ഈ കണ്ട ഈ ജനം, ഈ തിങ്ങിക്കൂടിയ ആളുകൾ ഈ പുസ്തക പ്രകാശത്തിന് സാക്ഷ്യം വന്നത് എന്ന്
അഭിമാനത്തോട് ഞാൻ പറയുകയാണ്, എനിക്കോ നമുക്കോ നിങ്ങൾക്കോ ഈ ലോകത്തിലെ പല കോടീശ്വരന്മാർക്കും ഇല്ലാത്ത ഒരു നന്മ അതൊരു വലിയ മനസ്സിന്റെ ഉടമയിൽ നിന്ന് മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ എന്ന് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ രാമനുണ്ണി പറഞ്ഞതുപോലെ തന്നെ കനലക്ഷണങ്ങൾ നമുക്കൊരു ഒറ്റ വാക്കിൽ കുറച്ച് വാക്കുകൾ അദ്ദേഹം ഒറ്റ ശ്വാസത്തിൽ ഉതിരുന്ന കാവ്യ ജ്യോതിസുകളാണ് പതിയാങ്കരുടെ രചനകൾ. മജ്ജയും മാംസവും എല്ലാം അഴിച്ചു മാറ്റി കവിതയുടെ പ്രാണനെ മാത്രം നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരാൻ. ശരിയാണ്, കവിതയുടെ പ്രാണൻ മാത്രം, മജ്ജയും മാംസവും എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് പ്രാണനെ മാത്രം നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരുന്ന സുന്ദരമായ തീയില്ലാതെ പൊട്ടുന്ന ഏറുപടക്കങ്ങളാണ് ലത്തീഫിന്റെ കവിതകളും കഥകളും. അതിൽ പരട്ടപ്പാണ്ടി എന്ന കഥാസമാഹാരത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. അതിൽ പരട്ടപ്പാണ്ടി എന്ന കഥ മാത്രം എടുത്താൽ മനസ്സിലാവും. കാരണം പലർക്കും തമിഴിനോടൊക്കെ വളരെ വിയോജിപ്പും വളരെ മോശമായ ഒരു ആളുകളുമായിട്ടാണ് തമിഴിനെ നമ്മൾ ചിത്രീകരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് പരട്ടപ്പാണ്ടിൽ മനസ്സിലാവും. കാരണം ഞാനടക്കമുള്ള മലയാളികൾ പുറത്തിറങ്ങി നമ്മൾ തമിഴന് വരണം. തമിഴൻ വന്ന് കതറുമുണ്ട് അല്ലെങ്കിൽ ഷർട്ട് പാൻറ് നല്ല വടി പോലെ തേച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ. ഒരു ദിവസം തമിഴൻ വന്നില്ലെങ്കിൽ ഞാനടക്കമുള്ള മലയാളികൾ പുറത്തു പോകില്ല. അതുപോലെ ഒരു നമ്മുടെ ബാത്റൂമിൽ സെപ്റ്റി ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ അത് കോരാൻ തമിഴിന് വന്നില്ലെങ്കിൽ നമ്മൾ അപ്പീടില്ല. ആ കാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നാടക്കമുള്ള മലയാളികൾ. പക്ഷേ അതിലെല്ലാം എതിർത്തുകൊണ്ട് പരട്ടപ്പാണ്ടി എന്ന കഥ, എനിക്ക് തോന്നുന്നു പരട്ടപ്പാണ്ടിയൊക്കെ ഷോർട്ട് ഫിലിം ആകേണ്ടതാണ്. 40-45 വർഷമായിട്ട് TV സീരിയലുകൾ രംഗത്തുള്ള ഒരാളാണ്. പക്ഷേ അത്രത്തെ പ്രമുഖനൊന്നുമല്ല ഞാൻ. കാരണം ഒരു 20 വയസ്സ് മുതൽ ഞാൻ സിനിമയിലും TV സീരിയലും. പക്ഷേ ഒരു ഭാഗ്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ക്യാരക്ടർ റോൾ കിട്ടിയില്ല. പക്ഷെ 20 വയസ്സ് മുതൽ കിഴക്കൻ പത്രോസ് എന്ന സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പവും ഉയരങ്ങളിൽ എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പവും ചെറിയ വേഷം അഭിനയിച്ച ആളാണ് ഞാൻ. പക്ഷെ അത് ഭാഗ്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ലത്തീഫ് അഭിനയിച്ചിട്ടില്ലെങ്കിലും എഴുത്തിലൂടെ ശക്തമായ ഒരു സാന്നിധ്യമാകുകയാണ് നമ്മുടെ നാട്ടുകാരൻ, നിങ്ങളുടെ നാട്ടുകാരൻ. അഭിമാനമുണ്ട്. എന്തായാലും ഈ ലത്തീഫിനെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്ന ഷോർട്ട് ഫിലിം, ഒരു ഡോക്യുമെന്ററി ഫിലിം എനിക്ക് സ്വിച്ച് ഓൺ കർമ്മം ചെയ്യാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട്. എല്ലാവിധ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ ആ കർമ്മം ചെയ്യുകയാണ്. ഒരു ചൊല്ലുണ്ട്. ഇവിടെ കനലക്ഷരങ്ങൾ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ വെളിച്ചത്താകുക എന്നാണ്. അക്ഷരങ്ങൾ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം അക്ഷരമില്ലാത്തത് നശിക്കാത്തത് എന്നുമാണ്. തിളക്കമുള്ള, ചുട്ടുപൊള്ളുന്ന, ഒരിക്കലും നശിക്കാത്ത വജ്രം പോലെ മഹത്തായ, ചതുരശ്ര ശോഭിയായ, എല്ലാ വശവും ശോഭിക്കുന്ന, മൂല്യവത്തായ എന്നാൽ ഒതുങ്ങിയതുമായിട്ടുള്ള സംഭവമാണ് കനലക്ഷരങ്ങൾ. ഞാനിപ്പോൾ എനിക്ക് ഓർക്കാൻ കഴിയുന്നത്, ഏതായാലും ഒരു ഹ്രസ്വ സിനിമ നിർമ്മിക്കപ്പെട്ടു. പതിയാങ്കര എന്ന് പറയുന്ന സ്ഥലം തനതായ സംസ്കാരത്തോടു കൂടിയ ഒരു ഭൂപ്രദേശമാണ്. ഈ ഭൂപ്രദേശത്തൊന്നും ഒരു എഴുത്തുകാരൻ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ മഹത്തായ കാര്യമായിട്ടാണ് മനസ്സിലാവുന്നത്. ലോകപ്രസിദ്ധനായ വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം
അദ്ദേഹത്തിന് 70ാമത് ജന്മദിനത്തിന് ആ രാജ്യത്തെ ജനങ്ങള് നൈസ് മുതൽ പാരീസ് വരെയുള്ള തെരുവീഥികളിൽ പൂക്കൾ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീട് ആ ദിവസം ഒരു പൂക്കൂമ്പാരമായി മാറ്റി. അത് അങ്ങനെയാണ് ഒരു വികസിത രാജ്യം ഒരു എഴുത്തുകാരനെ ബഹുമാനിക്കുന്നത്. എഴുത്തോ കഴുത്തോ വലുതെന്ന് ചോദിച്ചാൽ എഴുത്താണ് വലുത്. കഴുത്തു പോയാലും എഴുതും. എഴുത്തുകാരൻ ക്രാന്തദർശിയാണ്. ഇപ്പം നമ്മള് പ്രളയത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചിരിക്കുക. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ലോകപ്രസിദ്ധനായ തകഴി ശിവശങ്കരപിള്ള വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന ഒരു കഥ എഴുതുകയുണ്ടായി. ആ കഥയിൽ 1924 വെള്ളപ്പൊക്കത്തെക്കുറിച്ച് അതിന്റെ മോശപ്പെട്ട ഫലങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന ഒരു കഥാതന്തുവാണ് ഉള്ളത്. കഥാകാരൻ ക്രാന്തദർശിയാണെന്നുള്ളതിന് ഉദാഹരണം ടാഗോറിന്റെ ദ ബേബ് എന്ന് പറയുന്ന ഒരു കഥയിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ചലച്ചിത്രം വളരെ ഹ്രസ്വമാണ്. പതിയാങ്കരയുടെ സ്നേഹത്തെ ഈ ലോകത്തിനു മുമ്പിൽ എപ്രകാരം ചുരുങ്ങിയ നിലയിൽ ദൃശ്യവൽക്കരണത്തിലൂടെ ആക്കാം എന്ന ഒരു പരിശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഞാൻ ഈ സംസാരിക്കുമ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യൂട്യൂബ് എന്ന് പറയുന്ന ആധുനിക സാങ്കേതിക ദൃശ്യവിദ്യയിലൂടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഈ സംസ്കൃതി അത് പതിയാങ്കരക്കാരുടേത് മാത്രമല്ല, അക്ഷരസ്നേഹികളായ മനുഷ്യസ്നേഹികളായ മുഴുവൻ പേരുടേതുമാണ്. ഞാൻ ഈ അവസരത്തിൽ ദീർഘിപ്പിക്കുന്നില്ല. കുലടയുടെ വേദാന്ത പടുമൊഴികൾ ഓതാത്ത, കുതറും മനുഷ്യന്റെ കുടൽമാല കീറാത്ത, തളരും മനുഷ്യന്റെ തലവെട്ടി വിൽക്കാത്ത, കുന്നായ്മയില്ലാത്ത, കുശുകുശുപ്പില്ലാത്ത, കൂടോത്രമില്ലാത്ത, കരളുകൾ കരയാത്ത, കണ്ണുനീരുറയാത്ത സംസ്കാരത്തിന്റെ ചാലക ശക്തിയാകുവാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയമെന്നും സു എന്ന് പറഞ്ഞാൽ നല്ലതെന്നുമാണ്. നല്ല ഹൃദയത്തോടുകൂടി ആരെയും മാത്രമാണ് സുഹൃത്തെന്ന് വിളിക്കാൻ കഴിയുക. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇത് സംപ്രേഷണം ചെയ്യുന്ന ടിവിയിലെ സബ്സ്ക്രൈബേഴ്സ് ആവണം ഓരോരുത്തരുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇത് പുറത്തിറക്കുന്ന വേൾഡ് ക്ലാസ് മീഡിയ ഗ്രൂപ്പ് ശ്രീമാൻ അബ്ദുൽ ലത്തീഫിന് അദ്ദേഹത്തിന്റെ ഒരു എക്സലൻസ് അവാർഡ് സമ്മാനിക്കുന്നുണ്ട്. അതിന് വേൾഡ് ക്ലാസ് മീഡിയ ഗ്രൂപ്പിന്റെ ഡയറക്ടർ ശ്രീ മഹേഷിനെ ഞാൻ ആദരവോട് ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങാൻ ശ്രീ അബ്ദുൽ ലത്തീഫിനെയും ആദരവോടെ. ഈ എക്സലൻസ് അവാർഡ് വളരെ പ്രഗത്ഭരായ ആളുകൾക്ക് മാത്രം നൽകുന്ന ഒരു സമ്മാനമാണ്. കഴിഞ്ഞ വർഷം ഇത് ലഭിച്ചത് വളരെ പ്രശസ്തനായ മറ്റൊരു വ്യക്തിക്കായിരുന്നു. ഇപ്രാവശ്യം ഈ ഗ്രാമത്തിന്റെ ഈ സ്ഥലത്ത് നിന്ന് വളരെ നമ്മളുടെ യുവത്വത്തിന്റെ പ്രതീകമായ ശ്രീ മഹേഷ് അത് സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിർത്തുന്നു. എല്ലാ ഭാവുകളും നേരുന്നു. ദൈവം അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ എഴുതുന്നതിന് ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീത മുഹൂർത്തങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. നമ്മുടെ ജനകീയനായ സാഹിത്യകാരൻ ബഹുമാനായ ലത്തീഫ് സാറിൻ്റെ കനലക്ഷരങ്ങൾ എന്ന ആ പുസ്തകത്തിൻ്റെ പ്രകാശനത്തോടൊപ്പം നിരവധി ചടങ്ങുകളാണ് നമുക്കിന്നിവിടെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പുസ്തകത്തിലെ വരികൾ ഒന്ന് തൊട്ടു നോക്കിയതേ ഉള്ളൂ. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ തീക്ഷ്ണതയും അതോടൊപ്പം തന്നെ അതിൻ്റെ ചൂടും. അതായത് വലിയ ആശയങ്ങൾ ചെറിയ വരികളിൽ കുറിച്ച് സമൂഹത്തിൽ നൽകിക്കൊണ്ട് മനുഷ്യനെ അഗാധമായി ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള രചനകളാണ് നമ്മുടെ അബ്ദുൽ ലത്തീഫ് പതിയാങ്കര സാറിൻ്റെ രചനകളെല്ലാം തന്നെ. നമുക്കിന്ന് നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ പൊതു ഇടങ്ങളാണ് എല്ലാത്തിലെയും മുഖ്യ ഒരു വിഷയം. ആ പൊതു ഇടങ്ങൾ അത് നിർജ്ജീവമായിക്കൊണ്ടിരിക്കുന്നു. ആ നിർജ്ജീവമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പൊതു ഇടങ്ങളെ
നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളെ കൊണ്ട് സജീവവും സമ്പന്നവുമാക്കി തീർക്കുക എന്നുള്ള വലിയൊരു ആശയമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കൃതിയുടെയും പിന്നിലുള്ളത്. അത് നമ്മളുടെ ഏവരുടെയും കടമയും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ലക്ഷ്യവുമാണ്. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി നമ്മുടെ ഇളം തലമുറയെ മനുഷ്യത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന കൃതികളാണ് പതിയാങ്കർ സാറിൻ്റെ കൃതികളെല്ലാം തന്നെ. ലളിത ജീവിതവും അതോടൊപ്പം തന്നെ മനുഷ്യ നന്മ എന്ന വലിയ ആശയം സമൂഹത്തിന് നൽകി സമൂഹത്തിന് തന്നെ മാതൃകയാവുകയാണ് അദ്ദേഹം. അങ്ങനെയുള്ള നമ്മുടെ നാടിൻ്റെ അനുഗ്രഹീതനായ സാഹിത്യകാരന് തൃക്കുന്നപ്പുഴ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളുടെയും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കലനക്ഷരങ്ങൾ, അതിലെ ഓരോ കവിതയിലും വന്നിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ സമൂഹത്തെ ഇന്ന് കാർന്നു തിന്നുന്ന പല മനുഷ്യ നന്മ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യുവതലമുറയെ പൊതുസമൂഹത്തെയും ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള കൃതികളാണ്. അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇതിനുള്ള സമയമല്ല എന്ന തിരിച്ചറിവോടുകൂടി തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നാടിൻ്റെ പേര് കേരളക്കരയിൽ എമ്പാടും ഒരുപക്ഷെ നാളുകളിൽ നമ്മുടെ രാജ്യത്തെമ്പാടും വിശ്വവിഹായസിനെമ്പാടും അന്വർത്ഥമാകാൻ പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം. ഞാൻ ഒരിക്കൽ കോഴിക്കോട് നിന്ന് എനിക്ക് അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി പോകേണ്ടി വന്നു. കോഴിക്കോട് നിന്ന് മുക്കത്ത് ചെന്നിട്ട് മുക്കത്ത് നിന്നാണ് അരീക്കോട് പോകാൻ ഞാൻ ഉദ്ദേശിച്ചത്. കോഴിക്കോട് നിന്ന് മുക്കത്തേക്കുള്ള ബസ്സിൽ യാത്ര ആരംഭിച്ചു. കെട്ടാങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് നമ്മുടെ ശ്രീ കെ കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിച്ച കെട്ടാങ്കൽ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്, രാജൻ എന്ന് പറയുന്ന പോലീസ് പീഡനത്തെ തുടർന്ന് കൊല ചെയ്യപ്പെട്ട രാജൻ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജ്, ആ കോളേജിന്റെ പരിസരത്ത് ചെന്നപ്പോൾ വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അവിടെ ഹർത്താലും ബന്ധുമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുക. ഞാൻ അവിടെ പെട്ടിയും തൂക്കി ബസ്സിൽ നിന്ന് ഇറങ്ങി. എങ്ങോട്ട് പോകണം, എവിടെ പോകണം എന്നറിയില്ല. നട്ടുച്ച സമയത്താണ്, വേനൽക്കാലമാണ്. ഞാൻ 10-14 കിലോമീറ്റർ നടന്ന് മുക്കത്തെത്തി. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഒരു മാർഗവുമില്ല. മുക്കത്തിനും അരീക്കോടിനും ഇടയ്ക്ക് ഒരു പുഴയുണ്ട്. ആ പുഴയുടെ കുറുകെ ഒരു പാലമുണ്ട്. ആ പാലം കടന്നിട്ട് വേണം പോകാൻ. ആ പാലത്തിന്റെ സമീപത്ത് വന്നപ്പോൾ മനോഹരമായ മുക്കം പുഴ ശാന്തമായി ഒഴുകുകയാണ്. അവിടെ ഇറങ്ങി തൽക്കാലം ദാഹം ശമിപ്പിക്കാമെന്ന് കരുതി ഇറങ്ങി കിട്ടിയ വെള്ളം കോരി കുടിച്ച്. എന്നിട്ടും എനിക്ക് വയ്യ, വിശന്നിട്ട് വല്ലാതെ. രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുമില്ല. ഞാൻ മറുകരയിലെത്തി, തെക്കേക്കരയിലെത്തി. ഞാൻ നോക്കുമ്പോൾ ഒരു വൃദ്ധരായ ദമ്പതികൾ ആ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ട്, 2 കസേരകളിൽ. എന്നും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് കയറി. കാരണം വാഹനങ്ങളൊന്നുമില്ല, റോഡ് വിജനമാണ്. അന്നത്തെ വിദ്യാർത്ഥി സംഘർഷം എന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്നമുള്ള കാലമാണ്. ഞാൻ ആ വീട്ടിലേക്ക് കയറി. ഞാൻ പലതും പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ പല്ലനയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. പല്ലന എന്ന ഒരു നാടിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം കേട്ടുകേൾവിയെങ്കിലും ആളുകൾക്കുണ്ടാവും എന്ന ധാരണയിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പണ്ടൊരു സിനിമയിൽ ആരോ പാടിയതുപോലെ, പല്ലനയാറ്റിൽ മുഴങ്ങുമാർ പല്ലവി കേട്ടുണരും ന്യായാസനങ്ങളെ എന്ന പാട്ടെങ്കിലും കേട്ടിട്ട് പല്ലനെ കുറിച്ച് അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും എന്ന ധാരണയിലാണ് ഞാൻ കയറിയത്. പക്ഷെ അവർക്ക് പല്ലനെ അറിയില്ല. മാത്രമല്ല, മറ്റ് ആരെങ്കിലും കൊണ്ട് എൻ്റെ നാടിനെ ഒന്ന് പരിചയപ്പെടുത്തി എനിക്ക് അവിടെ ഒരു അംഗീകാരം, സ്വീകാര്യത ഉണ്ടാക്കാനുള്ള എൻ്റെ പരിശ്രമം പരാജയപ്പെട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ബഹുമാനായ വൈലിത്തറ മുഹമ്മദ് കുഞ്ഞ് മൗലവിയുടെ പേര് പറയാൻ എൻ്റെ ഓർമ്മ എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വൈലിത്തറ ഉസ്താദിന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ ഏറനാടൻ ദമ്പതികളുടെ മുഖത്തുണ്ടായ ഒരു പ്രസരിപ്പ്, ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു സന്തോഷം. പെട്ടെന്ന് അവർ സന്തോഷത്തോടു കൂടി എന്നെ കയറി കുത്തിയിരിക്കൂ എന്ന് പറഞ്ഞ് എന്നെ ആ കോലായിൽ പിടിച്ചിരുത്തി എനിക്ക് മോരും വെള്ളമൊക്കെ തന്ന് ഭക്ഷണം കഴിപ്പിച്ച് ആ മന്തി ഉറങ്ങാൻ അവസരം തന്ന് പിറ്റേന്ന് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. ഞാൻ പറഞ്ഞത് ഒരു നാടിനെ കുറിച്ച് നമുക്ക് പറയാം. ആറാട്ടൂട വേലായുധ പണിക്കരെ കുറിച്ച് അല്ലെങ്കിൽ ആറാട്ടൂട വേലായുധൻ വൈദ്യരെ കുറിച്ച് നമുക്ക് പറയാം. ഇവിടെ തൃക്കുന്നപ്പുഴയെ കുറിച്ച് പറയാൻ ഒരുപാട് ചരിത്രമുണ്ട്.
പതിയാങ്കരക്കാരനായ ഒരാൾ കേരളത്തിന്റെ വടക്കേയറ്റത്ത് കാസർഗോഡോ അല്ലെങ്കിൽ നാളെ തിരുവനന്തപുരത്തിന്റെ തെക്കേയറ്റത്ത് വിഴിഞ്ഞത്തോ ഒക്കെ ചെന്നിട്ട് ഞാൻ പതിയാങ്കരയിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ പതിയാങ്കര അവരുടെ ഒരു മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ കടന്നു പോകുന്നത് പോലൊരു വികാരം സൃഷ്ടിക്കുവാൻ അബ്ദുൽ ലത്തീഫ് പതിയാങ്കരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിച്ചത്. അക്ഷരമഗ്നിയ ഇവിടെ രാമനുണ്ണി സാറിനെ പോലുള്ള പ്രഗത്ഭരായ വാഗ്മികൾ അത് പരാമർശിച്ച് കടന്നുപോയി. ഇച്ഛിക്കപ്പെട്ട വാക്കുകൾക്ക് വജ്രായുധത്തെക്കാൾ ശക്തി. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ തീതുപ്പുന്ന കവിതകളിലൂടെ സാമൂഹ്യ അസമത്വത്തിനെതിരെ അരാജകത്വത്തിനെതിരെ വളരെ ശ്രദ്ധേയമായ വാക്കുകളിലൂടെ ശ്രദ്ധേയനാകാൻ കഴിഞ്ഞു എന്നത് അബ്ദുൽ ലത്തീഫ് പതിയാങ്കരയുടെ വ്യക്തിപരമായ ഒരു നേട്ടം മാത്രമല്ല, അത് നമ്മുടെയൊക്കെ നേട്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. വൈലിത്തറ മുഹമ്മദ് കുഞ്ഞ് മൗലവിയുടെ പേര് പറഞ്ഞ് എനിക്ക് അവിടെ വലിയ സ്വീകരണവും സ്വീകാര്യതയും ലഭ്യമാക്കിയതുപോലെ നാളെ അബ്ദുൽ ലത്തീഫ് പതിയാങ്കരയുടെ പേരിൽ നമുക്ക് കേരളത്തിൽ എവിടെ ചെന്നാലും അഭിമാനത്തോടുകൂടി കടന്നു ചെല്ലാൻ കഴിയുന്ന അവസരമുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അബ്ദുൽ ലത്തീഫ് പതിയാങ്കര ഒരു കവിത പ്രസിദ്ധീകരിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് വ്യക്തിപരമായി എന്തെങ്കിലും നേട്ടമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും നേട്ടമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ തീർച്ചയായും ഈ നാട് പതിയാങ്കര അത് ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. ചരിത്രത്തിലൂടെ ഈ നാട് മുഴുവൻ, ഈ രാജ്യം മുഴുവൻ അറിയപ്പെടാൻ പോകുന്നു. നാളുകളിൽ മഹാകവി കുമാരനാശാനെ പോലെ, മഹാനായ തകഴി ശിവശങ്കര പിള്ളയെ പോലെ പേരും പെരുമയും ആർജിക്കുന്ന വിശ്വ അവാർഡുകൾ, ജ്ഞാനപീഠം പോലുള്ള അവാർഡുകൾ നേടുന്ന ഒരു കലാകാരനായി, സാഹിത്യകാരനായി അബ്ദുൽ ലത്തീഫ് പതിയാങ്കര വളർന്നു പരിലസിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിന്, എഴുതാനുള്ള പ്രചോദനത്തിന്, പ്രേരണയ്ക്ക് ദൈവം തമ്പുരാൻ എല്ലാ ശക്തിയും പകർന്നു നൽകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. തങ്ങളുടെ നാടിന്റെ അഭിമാനത്തിനെ ആദരിക്കുന്നു. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമയം വൈകിയതുകൊണ്ട് ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഞാൻ ഇതുപോലെയുള്ള പല ചടങ്ങുകളിലും, പുസ്തക പ്രകാശന ചടങ്ങുകളിലടക്കം പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ രാമനുണ്ണി സാർ പറഞ്ഞതുപോലെ സാഹിത്യവേദികളിൽ കേൾക്കാൻ ആളെ കിട്ടാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മാത്രമല്ല, പല ആളുകളും അവരുടെ ആഗ്രഹം കൊണ്ട് കയ്യിലുള്ള കാശ് മുടക്കി സ്വന്തമായി പുസ്തകം ഒക്കെ അടിച്ച് പ്രകാശനം ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 1000 കോപ്പി പുസ്തകം അടിച്ച് പുറത്തിറക്കിയാൽ വിറ്റഴിക്കാൻ കഴിയാതെ, വിറ്റഴിക്കുക എന്നുള്ള കച്ചവടമല്ല ഞാൻ ഉദ്ദേശിച്ചത്, വായിക്കാൻ ആളെ കിട്ടാതെ പല പുസ്തകശാലകളിലും കെട്ടുകളായി കിടക്കുന്ന ഒരു കാലത്ത് വളരെ കൃത്യതയോടുകൂടി തനിക്ക് സ്വന്തമായി ഒരു വായനാ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രീ ലത്തീഫ് പതിയാങ്കരയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരം ഒരു വേദിയിൽ വന്നിരുന്ന മുഖസ്തുതി പറയുക എന്നതല്ല കാര്യം. ലത്തീഫ് സാറ് ഞാനും വളരെ വർഷങ്ങളുടെ പഴക്കമുള്ള പരിചയമുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആദ്യകാല പുസ്തകങ്ങൾ, ഇത്തരം ചില പ്രകാശന ചടങ്ങുകളെ സംബന്ധിച്ച നോട്ടീസും പോസ്റ്ററും ഒക്കെ ചിലത് കണ്ടിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ അത്ര ഗൗരവമായി അതിനെ കണ്ടിരുന്നില്ല. പതിയാങ്കര കൂടി കടന്നു പോകുമ്പോൾ ഒരു നോട്ടീസ് പ്രിന്റ് ചെയ്യിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ ഒരല്പസമയം കാത്തിരിക്കേണ്ടി വരും. അരമണിക്കൂർ സാറിന് ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ മേശപ്പുറത്ത് കിടന്ന 2-3 അവർ പ്രിന്റ് ചെയ്ത പുസ്തകങ്ങളിൽ ഒന്ന് ലത്തീഫ് സാറിൻ്റെതായി. ഞാൻ അവിടെ വെച്ചാണ് ഈ പുസ്തകമെടുത്ത് ലത്തീഫ് സാറിൻ്റെ കൃതിയെ വായിക്കുന്നത്. എനിക്ക് സത്യത്തിൽ എൻ്റെ മനസ്സിലൊരു തീപ്പൊരിയാണ് ഉണ്ടായത്. വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഇത്ര തീക്ഷ്ണമായി സംവേദിക്കുവാൻ കഴിയുന്ന ഒരാളാണല്ലോ എൻ്റെ സുഹൃത്ത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ
കുറ്റബോധത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ അടുത്ത കാഴ്ചയിൽ അഭിനന്ദിക്കുവാൻ ഞാൻ തയ്യാറാണ്. തീർച്ചയായും നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ഇവിടെ ശ്രീ ഷെരീഫ് പറഞ്ഞതുപോലെ ഒരു പ്രദേശത്തിന്റെ പേരിലൂടെ തകഴി എന്ന് പറയുമ്പോൾ അതൊരു നാടിന്റെ പേരല്ല, ഒരു സംസ്കാരത്തിന്റെ അടയാളമാണ് തകഴി എന്ന പേര്. ഇവിടെ പറഞ്ഞു വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതി ഇന്ന് കേരളത്തിൽ സമകാലികമായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ വെള്ളപ്പൊക്കത്തെക്കുറിച്ച്, പ്രളയ ദുരന്തത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പേര് തകഴിയുടേതായിരിക്കും, ആ കൃതിയുടേതായിരിക്കും. കാലത്തെ അതിജയിക്കുന്നതാണ്, കാലാതിവർത്തിയായ കൃതികളാണ് ഇതിഹാസ കൃതികളായി മാറുന്നത് എന്നതുകൊണ്ട് തകഴി ഇതിഹാസകാരനായി മാറിയിരിക്കുന്നു. തന്റെ ലാളിത്യം കൊണ്ട്, തന്റെ നിർമ്മലമായ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്ന അനിതര സാധാരണമായ ഒരു വ്യക്തിത്വം ഉള്ളത് കൊണ്ടാണ്, ഒരുപക്ഷെ കളങ്കമില്ലാത്ത ആ സമീപനമാണ് ഈ ഒരു ആൾക്കൂട്ടത്തെ ഇത്തരം ഒരു വേദിയിലേക്ക് ആകർഷിക്കാൻ ലത്തീഫ് സാറിന് കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കടന്നു വന്ന വഴികൾ ഒന്നും മറന്നിട്ടില്ല. ഇവിടെ മലയാളത്തിൽ എക്കാലവും ഓർമ്മിക്കുന്ന എഴുത്തുകാരനായ ബഷീർ, ഇത്രയും തീക്ഷ്ണമായ അദ്ദേഹത്തിന്റെ കൃതികളും ഇന്നൊരു പക്ഷേ മലയാളത്തിൽ പുനർവായനയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന അപൂർവം സാഹിത്യകാരന്മാരിൽ ഒരാളായി വൈക്കം മുഹമ്മദ് ബഷീർ മാറിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള തീർത്ഥാടനം പോലെയുള്ള യാത്രകളിലൂടെ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്നാണ് ആ കൃതികൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ വായനയും ലളിതമായി കടന്നു പോകാൻ കഴിയുന്ന അനുഭവ പാഠമല്ല നമുക്ക് നൽകുന്നത്, മറിച്ച് അതൊരു തീർത്ഥയാത്രയാണ്. ഓരോ കൃതിയും ഒട്ടേറെ ചുട്ടുപൊള്ളലുകളുടെ, വേദനകളുടെ നൊമ്പരം പേറുന്ന കൃതികളാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ അനുഭവിക്കാത്ത വേദനകൾ നമുക്ക് പകർന്നു നൽകുകയാണ്. കർണനെ കുറിച്ച് എഴുതിയ ബാലകൃഷ്ണന്റെ കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ, ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വായിച്ച ഒരു കൃതിയാണ്. ആ കൃതി വായിച്ചു തീർന്ന് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കർണനെ ഓർത്തു സങ്കടം കൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഭീമന്റെ കഥ രണ്ടാമൂഴത്തിലൂടെ വായിച്ചറിഞ്ഞ നമ്മൾ ഭീമൻ യുധിഷ്ഠിരനേക്കാളും ഉയരത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ അതാണ് സാഹിത്യകാരന്റെ ഗുണം, അല്ലെങ്കിൽ മിടുക്ക് എന്ന് പറയുന്നത്. എൻടിയുടെ പ്രതിഭാവിലാസം കൊണ്ട് ഒരുപക്ഷെ യുധിഷ്ഠിരനും മേലെ ഭീമൻ നിൽക്കുന്നത് കണ്ട് നമ്മൾ ഭീമനായി സ്വയം വളരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ വായനയും നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ നമ്മുടെ ഈ പ്രളയം അഴുക്കുകളെ മാറ്റിയെടുത്തതുപോലെ നമ്മളെ ശുദ്ധീകരിക്കുന്ന തീർത്ഥാടന പ്രക്രിയയായി കണ്ട് തീർച്ചയായും അതിനെ ഗൗരവപൂർവ്വം സമീപിക്കുന്ന ഒരു വായനാ സമൂഹം വളരുന്നതിലൂടെ നന്മയാണ് വളരുന്നത്, സംസ്കാരമാണ് വളരുന്നത് എന്നുള്ളത് കൊണ്ട് ഇത്തരം കൂട്ടായ്മകൾ ഒരുക്കി, ഇത്തരം വേദികൾ ഒരുക്കി, ഇത്തരം അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ സെക്കുലർ ഫോറം പോലെയുള്ള സംഘടനകൾ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. തീർച്ചയായും ഈ ഒരു വേദിയിൽ പങ്കെടുക്കുവാനും ഇതിന് സാക്ഷ്യം വഹിക്കുവാനും കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം അറിയിച്ചുകൊണ്ട് ലത്തീഫ് സാറിന് പതിയാങ്കര എന്ന പേര് എൻ്റെ പ്രിയ സുഹൃത്ത് സാജിദ് സ്നേഹക്കര എന്നൊരു മറുനാമം പകർന്ന് നൽകി ഒട്ടേറെ വിശേഷണങ്ങൾക്ക് ഇനിയും അവസരമുണ്ടായി തീരട്ടെ, അതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടായി തീരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു നാടിൻ്റെ മേൽവിലാസവും കാവ്യമുഖവുമായി കാലങ്ങളായി ഞങ്ങളുടെ നാടിനെ മറ്റിടങ്ങളിലേക്ക് ദേശാതിർത്തികൾ ഭേദിച്ച് പരിചയപ്പെടുത്തുന്ന പ്രിയപ്പെട്ട ലത്തീഫ് സാറിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനും രണ്ടു വാക്ക് സംസാരിക്കാനും അവസരം കിട്ടിയതിൽ സർവാധിനാഥനെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ട ലത്തീഫ് സാറിനെ പറ്റി ഇവിടെ എല്ലാവർക്കും ആമുഖം പരിചയങ്ങളോ ആവശ്യമില്ലാത്ത വിധം ജനതയോടൊപ്പം ചേർന്ന് നിന്ന് ജീവിക്കുന്ന അസാധാരണമായ ഒരു മനുഷ്യനാണ്. ചിലപ്പോൾ പതിയാങ്കരയിലൂടെ സൈക്കിൾ ചവിട്ടി വരും,
എന്തിനാ സാർ ഇപ്പോൾ സൈക്കിളിലോട്ടെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് പറയും. ചിലപ്പോൾ ബൈക്കിലായിരിക്കും, ചിലപ്പോൾ നടന്നു പോകും. നമുക്ക് ആവശ്യമുണ്ട് വണ്ടി തരും, ഞാൻ നടന്ന് വീട്ടിൽ പോയിക്കോളാം എന്ന് പറയും. അങ്ങനെ എല്ലാവരോടും ചേർന്ന് നിന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വലിയ വലിയ പ്രതിസന്ധികൾക്ക് നടുവിലും നിലപാടുകൾ തുറന്നു പറയുമ്പോഴും നിലപാടുകൾ ഉറക്കെ പറയുമ്പോഴും പലപ്പോഴും പലരും എതിർപ്പുകൾ പ്രകടിപ്പിക്കുമ്പോഴും ഒപ്പം ചേർന്ന് നിൽക്കുന്നവർ പോലും വിട്ടെറിഞ്ഞു പോകുമ്പോഴും കൂടെ നിൽക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം, എഴുത്തെന്ന് പറയുന്നത് ആർജവമുള്ളവൻ്റെതാണ്. നിലപാടുകൾ ഉറക്കെ പറയുമ്പോൾ പലർക്കും എതിർപ്പുകളും അതുപോലെ വിദ്വേഷങ്ങളും ഉണ്ടാവാം. അത് ഫാസിസത്തിന്റെ അടയാളമാണെന്ന് KP രാമനുണ്ണി സാർ അടക്കം, അതിനുശേഷം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ആറാട്ടുപുഴ ഹക്കീം കാണുന്ന ഫേസ്ബുക്കിൽ മാത്രം കണ്ടു പരിചയമുള്ള, ഇന്ന് നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഞാൻ സന്തോഷിച്ചു പോയ ഒരുപാട് വാക്കുകൾ കേട്ട അദ്ദേഹത്തിന്റെ, അങ്ങനെ ഒരുപാട് പേർ അത്തരം വിഷയങ്ങൾ പറഞ്ഞു. ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി കൊല്ലപ്പെടുന്നത് സത്യം പറഞ്ഞതിന്റെ പേരിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നാട് ലത്തീഫ് സാറിനെ സമർപ്പിക്കുകയാണ് ഈ മണ്ണിന്. പലപ്പോഴും മലപ്പുറം ജില്ലയിൽ പഠിച്ച ഒരാളെന്ന നിലയിൽ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ലൈബ്രറികളിൽ നിന്ന് ലത്തീഫ് സാറിന്റെ ആക്രി അടക്കമുള്ള, പെറ്റനോവ് അടക്കമുള്ള പല പുസ്തകങ്ങളും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കോളേജിലെ ലൈബ്രറിയിലും സാറിന്റെ പുസ്തകം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ പരിഭവങ്ങളും നൊമ്പരങ്ങളും പറയുന്നവരാണ്, പോരായ്മകളെ പറ്റി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്നവരാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ ഒരു മുദ്രാവാക്യമുണ്ട്. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കഴ്സ് ദി ഡാർക്ക്നെസ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കഴ്സ് ദി ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കുന്നതാണ് നല്ലതെന്ന ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആപ്തവാക്യം ഈ സദസ്സിന്റെ മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് കണ്ണക്ഷരങ്ങൾ ഒരു നാടിന് വെളിച്ചവും തണലും നിലപാടിലെ ആർജവുമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഏതിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വളരെ ദീർഘിച്ചൊരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയൊരു മഹത്തായൊരു 2 ചടങ്ങുകളാണ് ഇവിടെ ഇന്ന് നടന്നത്. ഒന്ന്, നമുക്കെല്ലാം അറിയാം, നമ്മുടെ സഹോദര തുല്യനായ പതിയാങ്കരയുടെ കഥാകാരൻ അബ്ദുൽ ലത്തീഫ് പതിയാങ്കരയുടെ 6ാമത്തെ പുസ്തകമായ കനലക്ഷങ്ങളുടെ പ്രകാശനവും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ പച്ചയായ മനുഷ്യനെ തുറന്നു കാട്ടുന്ന കനലക്ഷങ്ങൾ തന്നെയുള്ള ഒരു ഡോക്യുമെൻ്ററിയുടെ പ്രകാശനവുമാണ് ഇന്നിവിടെ നടന്നത്. നമുക്കറിയാം, എന്തുകൊണ്ടും നമ്മുടെ ഈ നാട്ടിലെ വരുന്ന തലമുറയ്ക്ക് എന്തുകൊണ്ടും പ്രചോദനമാകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മുടെ സ്കൂളുകളിൽ, തീർച്ചയായും നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മുടെ ഈ സഹോദരന്റെ പ്രഭാഷണം അല്ലെങ്കിൽ സംസാരം കേൾപ്പിക്കണം. കാരണം പച്ചയായ ജീവിതം എങ്ങനെയാണ് നമുക്ക് നയിക്കാൻ കഴിയുന്നതെന്നും, അതിനുശേഷം ഒരു സാധാരണ വീട്ടിൽ നിന്നും ഒരു സാധാരണ സ്ഥലത്ത് നിന്നും ജനിച്ചു വളർന്ന് നമുക്ക് എങ്ങനെയാണ് സാഹിത്യമായാലും അല്ലെങ്കിൽ കേരളത്തിന്റെ തലക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയും നമുക്കുള്ള അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അബ്ദുൽ ലത്തീഫ് പതിയാങ്കര എന്ന് പറയുന്ന നമ്മുടെ കഥാകാരൻ. അപ്പൊ അതുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇനിയും ഒത്തിരി പുസ്തകങ്ങൾക്ക് പ്രകാശനം നിർവഹിക്കുവാൻ നമ്മുടെ തൃക്കുന്നപ്പുഴയ്ക്കും പതിയാങ്കരയ്ക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സംഘടിപ്പിക്കുന്ന ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തും. ബഹുമാന്യനായ അധ്യക്ഷൻ, ബഹുമാന്യരായ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, ഈ കൂടുതലായി അബ്ദുൽ ലത്തീഫിനെ കുറിച്ച് ഒരു പ്രസംഗം ഈ വൈകിയ വേളയിൽ തികച്ചും അനാവശ്യമാണ്. മാത്രമല്ല, ഞാനൊരു 2-3 വർഷം ആയിട്ട് മാത്രമാണ് അബ്ദുൽ ലത്തീഫുമായി ബന്ധപ്പെടാൻ ഉള്ള സാഹചര്യമുണ്ടായത്. എൻ്റെ വഴിയിൽ എന്നേക്കാൾ കരുത്തനായി, എന്നേക്കാൾ 10 മടങ്ങ് കരുത്തനായി, ഒരു മാർഗദർശി എന്നപോലെ തന്നെ നീങ്ങുന്ന അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക, അദ്ദേഹത്തിന് ഒരു മാനസികമായ സപ്പോർട്ട് കൊടുക്കുക, ഇതാണ് എൻ്റെ ഒരു കടമ. ഞാനും അദ്ദേഹത്തിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. അപ്പം ഇവിടെ ലത്തീഫിനോട് അല്ലെങ്കിൽ പതിയാങ്കരയോട് വർഷങ്ങളായിട്ട് ചെറുപ്പം മുതൽ സഹകരിച്ച് അറിയുന്നവരെ പോലെ പറയാൻ എനിക്കറിയില്ല.
അതിൻ്റെ ആവശ്യവുമില്ല. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നിളയുടെ തീരത്ത് നിന്ന് വരെ രാമനുണ്ടി സാറ് വന്ന് അബ്ദുൾ ലത്തീഫിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ആധികാരികമായി വിശദമായി ഗഹനമായി നമ്മളെ പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്തു. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്തിയേക്കാം. അബ്ദുൾ ലത്തീഫിനെ ഞാൻ ഇഷ്ടപ്പെടാൻ കാര്യം നിങ്ങളെപ്പോലെ അബ്ദുൾ ലത്തീഫിൻ്റെ കവിതകൾ തന്നെയാണ്. അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത സ്നേഹമുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ്. ഈ സ്നേഹം ഞങ്ങളോടുള്ള പോലെ, അതിനേക്കാൾ മുന്നേ നിങ്ങളോടുള്ള പോലെ അദ്ദേഹം ഇഷ്ടം എന്ന കവിതയിൽ പറയുന്നു, ഭാവിയിലെ ദൈവത്തിനേക്കാൾ ഇന്ന് അന്നം തരുന്ന ആളിനെയാണ് ഞാൻ ദൈവമായി കരുതുന്നതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന മൂല്യം ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം സെക്കുലറായിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം നന്മ ഉള്ളവൻ ആയിരിക്കുന്നത്. ഇത് ജീവിതത്തിൽ അദ്ദേഹം പിന്തുടർന്നു പോകുന്ന ഒരു മൂല്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. രണ്ടാമത് അദ്ദേഹത്തിനെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം അദ്ദേഹം പതിയാങ്കര എന്നുള്ള പേരിൽ ഒരു കവിത എഴുതിയിരിക്കുന്നു. ബാക്കി ഒന്നും ഞാൻ പറയുന്നില്ല, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. ഈ പതിയാങ്കര എന്ന കവിതയിലൂടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്, അദ്ദേഹം ഒരു വ്യക്തിയായി മാറുകയല്ല. പതിയാങ്കരക്കാര്, തൃക്കുന്നപ്പുഴക്കാര്, മറ്റ് പരിചയമുള്ളവരെല്ലാം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന പോലെ ഒരു ഉദാഹരണമായി പതിയാങ്കര എന്ന പേര് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. സ്വന്തം കരയെ സ്വന്തം പേരിനോടൊപ്പം ചേർത്ത് പേര് തന്നെ വേണ്ട എന്ന ഒരു സമീപനം, അതിനപ്പുറമാണ് പറഞ്ഞിരിക്കുന്നത്. അത് കവിത വായിച്ച് നിങ്ങൾ ബോധ്യപ്പെട്ടാൽ മതി. ആ ഒരു സ്നേഹം, സ്വന്തം നാടിനെ നെഞ്ചേറ്റാനുള്ള, സ്വന്തം കരയെ നെഞ്ചേറ്റാനുള്ള ആ ഒരു മനസ്ഥിതി, ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഗതിയല്ല. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം നന്മ മനസ്സുള്ള ആളാണ്, സ്നേഹമുള്ള ആളാണ്. അതോടൊപ്പം നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് അദ്ദേഹം ധിക്കാരി ആണ് എന്നുള്ളതാണ്. ആ ധിക്കാരിയെയാണ് നമ്മൾ ബഹുമാനിച്ചു പോകുന്നത്. അത് കവിതയിൽ പറയുന്നുണ്ട്. ആ കവിതയാണ്, കവിത ഒരു ധിക്കാരമാണ്, കവി ഒരു ധിക്കാരി. വ്യക്തിത്വമുള്ളവനെ മാത്രമേ നമുക്ക് മാനിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഒരു പ്രത്യേക വ്യക്തിത്വം ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യക്തിയായി, ഒരു ധിക്കാരിയായി, സ്നേഹമുള്ള ധിക്കാരിയായി, നന്മയുള്ള ധിക്കാരിയായി, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ധിക്കാരിയായി അബ്ദുൾ ലത്തീഫ് വളർന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായും നമുക്ക് അദ്ദേഹത്തിനുള്ള സ്നേഹത്തോടൊപ്പം അദ്ദേഹത്തിനുള്ള ബഹുമാനത്തിനും അർഹതയുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. ധിക്കാരം പലതരത്തിലുണ്ട്. നമ്മുടെ ആലപ്പുഴ ജില്ല ധിക്കാരങ്ങളുടെ ഒരു വലിയ മൂല്യവത്തായ അനേകം ധിക്കാരങ്ങളുടെ ഒരു കേന്ദ്രമാണ്, ഒരു സെന്ററാണ്. ഈ ധിക്കാരങ്ങൾ മൊത്തം വന്നിട്ടുള്ളതും സംസ്കാരവും ആ ദേശീയ ട്രെയിനിലൂടെയല്ല, വിമാനത്തിലൂടെയല്ല, ജലത്തിലൂടെയാണ്. പണ്ട് വള്ളങ്ങളിലും ബോട്ടുകളിലുമാണ് സംസ്കാരം വന്നുകൊണ്ടിരുന്നത്. നമ്മൾ സംസ്കാരത്തിന്റെ പാതയുടെ ഓരത്തായിരുന്നു ഇന്നത്തെ പോലെ തന്നെ. അങ്ങനെ സംസ്കാരം വന്ന ഒരു ശ്രീമൂലവാസത്തിന്റെ വിത്തുകളാണ് നമ്മൾ, അതിന്റെ പിന്തുടർച്ചക്കാരാണ്. അന്നിവിടെ ശാഖനീയമായ പേരെടുത്ത ഒരു സംസ്കാരം നിലനിർന്നതിന്റെ ഭാഗമായി ആയിരിക്കാം ഈ ഒരു ധിക്കാരം ഉണ്ടായത്. ആദ്യമായി ഉണ്ടായ സാഹിത്യ അല്ലെങ്കിൽ കലാധിക്കാരം എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാര് നമ്മുടെ നാട്ടിൽ ആരംഭിച്ച ധിക്കാരമാണ്. ചാക്യാർക്കെതിരെ തുള്ളൽ പ്രസ്ഥാനം എന്ന് പറയുന്ന വലിയൊരു ധിക്കാരം ആരംഭിച്ചുകൊണ്ട് ഒരു വലിയ വിപ്ലവം തന്നെ ആ രംഗത്ത് സൃഷ്ടിച്ച ഒരു ധിക്കാരമാണ് ഈ എഴുത്തിന്റെയും കലയുടെയും ഒക്കെ തൊട്ടു മുൻപ് നമ്മുടെ തൊട്ടടുത്ത് വെളിപ്പുറത്തുള്ള അമ്പലപ്പുഴയിൽ ആരംഭിച്ച ഒരു ധിക്കാരം. അതിനുശേഷം ആരംഭിച്ച വലിയൊരു ധിക്കാരം, ഞാൻ പറയുന്നത് കേട്ടരുത്, 2 മിനിറ്റ് കൊണ്ട് തീരും. ധിക്കാരം 166 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാണുന്ന പോലുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള ക്ഷേത്ര പ്രവേശനം അല്ലെങ്കിൽ പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു ആരംഭിക്കുന്നതിന് മുമ്പ് ആറാട്ടുപുഴയിൽ ഒരു വേലായുധ പണിക്കർ ക്ഷേത്രം നിർമ്മിച്ച്
പ്രതിഷ്ഠ നടത്തി എന്നുള്ള ഒരു ധിക്കാരം നമ്മുടെ കൈ വെളിപ്പുറത്തിനും അടുത്താണ് നിൽക്കുന്നതെന്നുള്ള രണ്ടാമത്തെ ധിക്കാരം. മൂന്നാമത്തെ ഒരു ധിക്കാരം ഞാൻ പറയാം. ചേർത്തലയ്ക്ക് കോടതി കവല കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു കവലയുണ്ട്, അതാണ് മനോരമ കവല. മനോരമ കവലയുടെ ക്രിസ്ത്യൻ ഹോട്ടലിന്റെ തൊട്ടടുത്ത ഒരു പറമ്പിനൊരു പേരുണ്ട്, അതിന്റെ പേരാണ് മുലച്ചിപ്പറമ്പ്. എന്താന്ന് വെച്ചാൽ മുലക്കരത്തിന് കരം പിരിക്കാൻ വന്ന രാജാവിന്റെ കരംപിരിവുകാർക്ക് സ്വന്തം മാറ് അറുത്ത് ഇലയിൽ വെച്ചു കൊടുത്ത് കൊണ്ടുപോടാ എന്ന് പറയാനുള്ള ധിക്കാരം കാണിച്ച് അന്ന് തന്നെ രാജാവിന്റെ ഉത്തരവ് എന്താ പറയുന്നത് മാറ്റിയിട്ട് നാളെ മുതൽ കരം പിരിക്കണ്ട എന്ന് ഒരു തീരുമാനം എടുപ്പിക്കാനുള്ള ധിക്കാരം കാണിച്ച മണ്ണാണ് ആലപ്പുഴയുടേത്. പിന്നെയും ഉണ്ട് ധിക്കാരം, അതാണ് എം മണിയാശാൻ എന്ന് വിളിക്കുന്ന സർസിപിയുടെ വാഴ്ച കേരളത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത ദിവസം തന്നെ അന്ന് രാത്രി തന്നെ നാട് കടത്തിയ ഒരു മൂക്കുവെട്ടിന്റെ ഒരു ധിക്കാരം. പിന്നെയും ഈ സംസ്കാരം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്നു വേറൊരു ധിക്കാരി. ഈ പല്ലനയാറ്റിൽ നിന്നുകൊണ്ട് എന്നും മുഴങ്ങുമാ ശങ്കുലി എന്താണ് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞ ധിക്കാരം. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ധിക്കാരങ്ങളുടെ ഒരു നാടാണ്. പിന്നെ പുന്നപ്പുറ വയലാർ, അത് പറഞ്ഞാൽ ചിലപ്പോൾ അത് രാഷ്ട്രീയമാകുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു തോക്കിന്റെ മുന്നിൽ ധൈര്യം കാണിച്ച് അതിന്റെ അന്യായം എന്ന് ഞാൻ പറയല്ല, അതൊരു ധിക്കാരമാണ്. അപ്പൊ ഏതായാലും ചില ധിക്കാരങ്ങള് സമൂഹത്തിനാകെ നന്മയും മാറ്റങ്ങളും ഉണ്ടാക്കുന്ന ധിക്കാരങ്ങളാണ്. നമ്മൾ അല്ലാതെയും ധിക്കാരങ്ങൾ കാണിക്കുക, അതൊക്കെ വ്യക്തിപരമായ കോപ്രായങ്ങൾ മാത്രമാണ്. ചില കൊന്നെന്ന് വരാം, ഒരു വ്യക്തിക്ക് കൊന്നുവെന്ന് മാത്രമേ ഉള്ളൂ, അവർ രണ്ടുപേരെ മാത്രം ബാധിക്കുന്ന കാര്യം ഇതല്ല. ചില ധിക്കാരങ്ങൾ കൊണ്ട് സമൂഹത്തിനാകെ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും നന്മയുണ്ടാക്കുകയും ചെയ്യുന്ന ധിക്കാരങ്ങൾ ആണ് ചില ധിക്കാരങ്ങൾ. അങ്ങനെ തീർച്ചയായും ആലപ്പുഴയില് ഒത്തിരി ധിക്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ നേട്ടങ്ങള് ഈ സമൂഹമാകെ, കേരളം ഒട്ടാകെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുമുള്ള ജനത അതിന്റെ നേട്ടങ്ങള് ഭയങ്കരമായിട്ട് കൊയ്തെടുക്കുന്നുണ്ട് പിൻതലമുറ. നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മുടെ നാടിന്റെ ഒരു ധിക്കാര ചരിത്രം. അങ്ങനെയുള്ള ഒരു നന്മ മനസ്സ് കവി ഇവിടെ ഒരു ധിക്കാരം നടത്തുന്നതാണ്. അതാണ് പതിയാങ്കര. പതിയാങ്കര നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ, എന്നെ സ്നേഹിക്കുന്ന പോലെ നമുക്ക് പതിയാങ്കരയെ സ്നേഹിക്കാം. പതിയാങ്കര ഒത്തിരി വളരട്ടെ. പതിയാങ്കരയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സർഗേദിനയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും അദ്ദേഹം ഞങ്ങളുടെ മെമ്പറാണ് എന്നുള്ളതും ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ യോഗത്തിന്റെ പരിസമാപ്തിയാണ്. കൃതജ്ഞത പ്രകടിപ്പിക്കുവാൻ വേണ്ടി സെക്യുലർ ഫോറം സെക്രട്ടറിയും സെക്യുലർ ഫോറം സെക്രട്ടറി ശ്രീ വിനോദ് സാറാട്ടുപുഴയെ ക്ഷണിക്കുന്നു. അതിനുശേഷം ഡോക്യുമെൻ്റ് പ്രദർശനം ഉണ്ടായിരിക്കും, അത് കാണുവാൻ എല്ലാവരും സന്നിഹിതരായിരിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ഒരു ഉത്സവം കഴിഞ്ഞ പ്രതീതിയാണ്. നമ്മൾ പതിയാങ്കരയുടെ ഷോർട്ട് ഫിലിം കാണാനുള്ള ഒരു തിടുക്കത്തിലുമാണ്. മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ രാമനുണ്ണി സാർ നമുക്ക് മുമ്പിൽ വെച്ച അറിവുകളുടെ ഒരു ഭണ്ഡാരം നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടാണ്. അവനവൻ മാത്രമല്ല, അവരെന്നെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. അത് മുമ്പ് പറഞ്ഞത് നാരായണ ഗുരുവാണ്, ശ്രീനാരായണ ഗുരുദേവനാണ് പറഞ്ഞത്. അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അറിവിൻ്റെ ഒരു ഭണ്ഡാരം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചു എല്ലാവരും. അപ്പോൾ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടെ മനസ്സുകളൊക്കെ ഇങ്ങനെ ഇടുങ്ങിപ്പോകുമ്പോൾ ഈ അറിവ് കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഭാഗമായാൽ അതൊരു നന്മയായി വരുമെന്ന് ഞാൻ കരുതുകയാണ്. അതിന് പ്രകൃതി നമ്മളെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രകൃതി പഠിപ്പിച്ച പാഠത്തിലൂടെ നമ്മളെല്ലാം വിവേകികളായി മാറുകയും ചെയ്തു. പണ്ട് കവി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അന്യജീവൻ ഉതകി സുജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അപ്പോൾ ആ വിവേകികളായി കുറച്ചു പേരെങ്കിലും വിവേകികളായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ അബ്ദുൽ ലത്തീഫ് പതിയാങ്കരയുടെ ഈ 6ാമത് പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൻ്റെ കൃതജ്ഞത
പ്രകാശിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ വളരെ അധികകാലത്തെ പരിചയം എനിക്കില്ല അദ്ദേഹത്തുമായിട്ട്. വർത്തമാനകാല സാഹചര്യത്തിൽ ഈ നന്മകൾ അന്യം നിന്ന് പോകുമ്പോൾ നാട്ടു നന്മയ്ക്കൊരു പൊതു ഇടം എന്ന ഒരു ക്യാപ്ഷനോടുകൂടി സെക്കുലർ ഫോറം പ്രവർത്തിച്ചു വരുന്ന സമയത്താണ് അദ്ദേഹം എന്നെ ഇതിലേക്ക് ക്ഷണിക്കുന്നതും ഞാനിതിലേക്ക് വരുന്നത്. അപ്പം പതിയാങ്കരയുടെ കവിതകളുടെ പ്രത്യേകതകളെ കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിക്കും തോറും മാധുര്യം കൂടും. ചുമ്മാതെ ഇങ്ങനെ വായിച്ചു പോയാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഓരോ വാക്കുകളും ആശയങ്ങളും ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ അതിൻ്റെ ആശയം വികസിപ്പിച്ച് വരുമ്പോഴാണ് അതിൻ്റെ മാധുര്യം അനുഭവപ്പെടുന്നത്. നെല്ലിക്കയെക്കുറിച്ച് നമുക്കറിയാം. നമ്മൾ ആദ്യം ഇത് ചവയ്ക്കുമ്പോൾ കയ്പ് അനുഭവപ്പെടും. ഇങ്ങനെ വീണ്ടും വീണ്ടും ചവയ്ക്കുമ്പോൾ മാധുര്യം അനുഭവപ്പെടുന്ന പോലെയാണ് പതിയാങ്കരുടെ കവിതകൾ. ഇത് വന്നത് അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്നാണ്. കവിത വരുന്നത് എങ്ങനെയാണെന്ന് വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്. പവർഫുൾ ഫീലിംഗ്, അതായത് അത്യാഘാതമായ അല്ല പവർഫുള്ളായ വികാരങ്ങളിൽ നിന്നാണ് തന്നെ വരുന്നതാണ്. പൊയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്. സ്വന്തമായി പുറത്തേക്ക് വരുന്നതാണ്, അതിൻ്റെ ആ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്ന് വരുന്നതാണ്. അദ്ദേഹം തൻ്റെ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, ദാരിദ്ര്യത്തിൻ്റെ ഉരുക്കിലാണ് എൻ്റെ നട്ടൽ ഉറപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആർഭാടത്തിൻ്റെ വാഴനീര് വീശി എന്നെ പേടിപ്പിക്കരുതെന്ന്. അപ്പം ദാരിദ്ര്യത്തിൻ്റെ ഉരുക്കിൽ നിന്നും വളരെ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് നിന്ന് നമ്മുടെ ഈ സ്നേഹക്കരയുടെ തീരത്തെത്തി വളരെ അറിവിൻ്റെ വളരെ നല്ലൊരു പ്രസംഗം, നമുക്കെല്ലാവർക്കും ഗുണപ്രദമായൊരു പ്രസംഗവും നമ്മളെ സ്നേഹം വിതറിയ KP രാമനുണ്ണി സാറിനെ ഈ സംഘടനയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അത് ആദ്യമായി അതിനുശേഷം നമ്മുടെ ഔപചാരികതയുടെ പേരിൽ നമ്മുടെ അധ്യക്ഷൻ സെക്കുലർ ഫോറത്തിൻ്റെ ചെയർമാൻ സീർ അബ്ദുൽ നസീർ ചേലക്കാടിനെ സ്നേഹപൂർവ്വം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ സ്നേഹസംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് M. ലിജു, നമ്മുടെ കഴിഞ്ഞ സെക്കുലർ ഫോറം കഴിഞ്ഞ പ്രാവശ്യം പ്രസിദ്ധീകരിച്ച പുസ്തകം ലത്തീഫ് പതിയാങ്കരയുടെ ഷെയുടെ ഉദ്ഘാടന പ്രകാശന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. വളരെ കൃത്യമായി തന്നെ വരികയും ഈ പതിയാങ്കരയുടെ കവിതകളെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ഈ സംഘടനയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഷോർട്ട് ഫിലിം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച ചന്ദ്രൂർ താഹ, അദ്ദേഹം ലത്തീഫ് പതിയാങ്കരയുടെ സുഹൃത്തു കൂടെയാണ്. അദ്ദേഹത്തിനും ഈ സംഘടനയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുന്നു. പുസ്തകം പരിചയപ്പെടുത്തിയ ആറാട്ടൂർ ഹക്കീം ഖാൻ. പലരും ലത്തീഫ് പതിയാങ്കരയുടെ കവിതകളെക്കുറിച്ച് താള നിബദ്ധമില്ലെന്നും ഒരു സംഗീതം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അദ്ദേഹം വളരെ മനോഹരമായി ഒരു കവിത എടുത്ത് ചൊല്ലി. വളരെ ആധികാരികമായി ആ പുസ്തകത്തെ കുറഞ്ഞ വാക്കുകളിലൂടെയെങ്കിലും മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുന്ന രീതിയിൽ അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്തു. അദ്ദേഹത്തിനും ഈ സംഘടനയുടെ പേരിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുന്നു. അതുപോലെ ഈ പതിയാങ്കരയുടെ കനലക്ഷരങ്ങൾ, പതിയാങ്കര കനലക്ഷരങ്ങൾ എന്ന ഷോർട്ട് ഫിലിം നിർമ്മിച്ച നമ്മുടെ നാട്ടുകാരൻ കൂടിയായ സിബി ബാലകൃഷ്ണൻ, അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ല. അദ്ദേഹത്തിനുള്ള ഞങ്ങളുടെ സംഘടനയുടെ അഗൈതവുമായ നന്ദി. ഈ ഒരു ചടങ്ങിൽ രേഖപ്പെടുത്താതെ പോയാൽ അതൊരു ശരിയായിരിക്കില്ല എന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനും ഈ സംഘടനയുടെ പേരിൽ നന്ദി രേഖപ്പെടുന്നു. അതുപോലെ ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത സജിദ് ഖാൻ പനവേലി, അദ്ദേഹം നമുക്ക് മുമ്പിൽ 2 വാക്ക് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ
ഇത് എന്നത്തേക്കും ഒരു മുതൽക്കൂട്ടാണ് നമുക്ക് ഈ ഷോർട്ട് ഫിലിം ഇത് യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ആയിട്ടുണ്ട്. എല്ലാവരും അത് കാണണം. അപ്പോൾ അദ്ദേഹത്തിനും ഈ പതിയാങ്കരയുടെ അനർഘ നിമിഷങ്ങൾ അപരപാളികളിൽ എത്തിച്ച സംവിധായകൻ സജിദ് ഖാനും സംഘടനയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്മണി ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള OM ഷെരീഫ്, ആലപ്പുഴ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ ഷംസുദ്ദീൻ കായ്പുറം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ സുധിലാട് തൃക്കുന്നപ്പുഴ, സർഗജനുവിൻ്റെ സത്യശീലൻ കാർത്തികപ്പള്ളി, ഉവൈസ് മാനത്തേരിൽ അടക്കമുള്ള മുഴുവൻ പേർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാര്യം പതിയാങ്കരയുടെ കരുത്തെന്ന് പറഞ്ഞത് ഈ നാടാണ്. അദ്ദേഹം അത് തൻ്റെ കവിതയിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അക്ഷരങ്ങൾ കൊരുത്തു ഞാൻ മാല കെട്ടുന്നു, എൻ്റെ നാടിൻ കനിവും കരുതലും എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ കരുതലിലാണ് ഈ ഇത്ര വലിയൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ഓരോരുത്തരും അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടാണ് ഇത്ര ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ഞാനതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്നേഹക്കര പതിയാങ്കരയ്ക്ക് നൽകിയതുകൊണ്ടാണ്. അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നത് ഒരുപക്ഷെ വീട്ടുകാർക്ക് നന്ദി പറയുന്നത് പോലെ ആകും. എങ്കിലും ഔപചാരികതയുടെ പേരിൽ മുഴുവൻ നാട്ടുകാർക്കും ഈ സംഘടന പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോഴുള്ളവരെ യോഗ നടപടികൾ പിരിച്ചുവിടുകയാണ്. തുടർന്ന് ഡോക്യുമെൻ്ററി സിനിമാ പ്രദർശനം